ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ ദിവസം നമ്മൾ ദാവീദിന്റെ ഒരു സങ്കീർത്തനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഇന്ന് നമുക്ക് ദാവീദിന്റെ വേറൊരു സങ്കീർത്തനത്തെക്കുറിച്ച് ചിന്തിക്കാം. ദാവീദ് അത് എഴുതുവാനുണ്ടായ കാരണമാണ് നമുക്ക് ആദ്യമായിട്ടൊന്ന് നോക്കാം. ഒരു ദിവസം രാജാവ് മാളികയിൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു. ആ സ്ത്രീ അതിസുന്ദരിയായിരുന്നു. ദാവീദ് ആളെ അയച്ച് ആ സ്ത്രീയെ പറ്റി അന്വേഷിച്ചു. അവൾ ഏലിയാവിന്റെ മകളും ഹിത്തനായ ഊര്യാവിന്റെ ഭാര്യയായ ബേത്സേബ എന്നറിഞ്ഞു. ദാവീദ് ആ സ്ത്രീയെ വിളിച്ചു വരുത്തി അവളോടുകൂടെ കിടന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ദാവീദ് പാപം ചെയ്തു. അപ്പോൾ ഒരു പാപം ചെയ്തതിന് ശേഷം ആ സമയത്ത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരാമ്യരുമായിട്ടുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരാമ്യം ഇസ്രായേൽ ജനവും ഭടന്മാരും ബേത്സേബയുടെ ഭർത്താവും ഒക്കെ ആ യുദ്ധത്തിൽ അവരുടെ ജീവൻ കൊടുത്ത് ഇസ്രായേലിനെ രക്ഷിക്കുവാനായിട്ട്, ഈ രാജാവിനെ രക്ഷിക്കുവാനായിട്ട് അവർ പോയിരിക്കുകയാണ്. ആ സമയത്താണ് പ്രാർത്ഥിക്കേണ്ട ദാവീദ് ജനത്തിനു വേണ്ടി ദൈവത്തോട് യാചിക്കേണ്ട ദാവീദ് തൻ്റെ മാളികമേൽ ഉലാവിക്കൊണ്ടിരുന്നതും അങ്ങനെ പാപം ചെയ്യുവാനായിട്ട് ഇടയായിട്ട് തീർന്നതും എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ആ ഒരു പാപം കൊണ്ട് ദാവീദ് നിർത്തിയില്ല. ദാവീദ് അതിനുശേഷം ഹിത്യനായ ഊര്യാവിനെ വാൾ കൊണ്ട് കൊന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഹിത്യനായ വാൾ കൊണ്ട് കൊന്നതിന് ശേഷം ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ്. അപ്പോൾ അതിനുശേഷം നാഥാൻ പ്രവാചകനെ ദാവീദിൻ്റെ അടുത്ത് അയച്ചിട്ട് അവനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ദാവീദിനോട് നാഥാൻ പ്രവാചകൻ പറയുകയാണ്, ഞാൻ നിന്നെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു, നിന്നെ ശൗലിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു. ഞാൻ നിനക്ക് നിന്റെ യജമാൻ്റെ ഗൃഹത്തെയും നിന്റെ മാർവിടത്തിലേക്ക് നിന്റെ യജമാൻ്റെ ഭാര്യമാരെയും തന്നു. നീ ഇസ്രായേൽ ഗ്രഹത്തെ യഹൂദഗ്രഹത്തെയും നിനക്ക് തന്നു. പോരെങ്കിൽ ഇന്നതും കൂടെ ഞാൻ നിനക്ക് തരുമായിരുന്നു. എന്നാൽ നീ യഹോവയുടെ കൽപ്പന നിരസിച്ച് അവൻ അനിഷ്ടമായുള്ള ചെയ്ത് എന്തിന് ഹിത്യനായ ഊര്യാവി വാൾ കൊണ്ട് വെട്ടി അവൻ്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ട് എടുത്തു. അവനെ അമ്മോന്യരുടെ വാൾ കൊണ്ട് കൊല്ലിച്ചു. നീ എന്നെ നിരസിച്ചു. ഹിത്തനായ ഊര്യാവിൻ്റെ ഭാര്യ നിനക്ക് ഭാര്യയായിട്ട് എടുത്തുകൊണ്ട് വാൾ നിന്റെ ഗൃഹത്തിൽ ഒരിക്കലും വിട്ടുമാറുകയില്ല. ഇത് കേട്ടപ്പോൾ മറ്റു ചില രാജാക്കന്മാർ ചെയ്യുന്നത് പോലെ നാഥാൻ പ്രവാചകനെ ദേഷ്യപ്പെടുകയോ അയക്കുകയോ ചെയ്യാമായിരുന്നു. എന്നാൽ ദാവീദ് തൻ്റെ തെറ്റെന്താണെന്ന് മനസ്സിലാക്കി ദാവീദ് പറയാണ്, ദാവീദ് നാഥാനോട് ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ദാവീദിനോട്, യഹോവ നിന്റെ പാപം മോഹിച്ചിരിക്കുന്നു, നീ മരിക്കുകയില്ല. എങ്കിലും നീ പ്രവൃത്തിയിൽ യഹോവയുടെ ശത്രുക്കൾ ദൂഷണ പറയുവാൻ ഹേതു ഉണ്ടാക്കിയത് കൊണ്ട് നിനക്ക് ജനിച്ചിട്ടുള്ള കുഞ്ഞ് മരിച്ചു പോകും എന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞ് മരിച്ചു. അവൻ തിന്മ അനുഭവിച്ചു. അതിനുശേഷം ആ സമയത്ത് അവൻ ചമച്ച ഒരു സങ്കീർത്തനമാണ് ഈ 51 സങ്കീർത്തനം എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവിടെ ദാവീദ് പറയുകയാണ്, ദൈവമേ നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ, നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായിച്ചു കളയണമേ. ദാവീദ് സാഷ്ടാംഗം ദൈവത്തിൻ്റെ സന്നിധിയിൽ വീണിട്ട് അവൻ്റെ തെറ്റുകളെക്കുറിച്ച് അവൻ റിപ്പൻ്റ് ചെയ്യുകയാണ്, അവൻ പശ്ചാത്താപിക്കുകയാണ്. കർത്താവെ എന്നോട് ക്ഷമിക്കണമേ, കർത്താവെ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ നിനക്ക് ഹിതമല്ലാത്ത കാര്യമാണ് ചെയ്തത്, കൊലപാതകവും വ്യഭിചാരവും ഞാൻ ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് ഹൃദയം നുറുങ്ങി ദാവീദ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് 51 സങ്കീർത്തനങ്ങളിൽ അവിടെ കാണാണ്. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ, എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ, എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. പലപ്പോഴും പാപം ചെയ്തിട്ട് അത് പാപമല്ലാന്നും ബലഹീനതയാണെന്നും എല്ലാം പറഞ്ഞ് അത് തള്ളിക്കളയുന്നവരാണ് നമ്മിൽ പലരും. എന്നാൽ പാപമാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ പാപത്തെക്കുറിച്ച് പശ്ചാത്താപിക്കേണ്ടത് ആവശ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദാവീദ് പറയുകയാണ്, എന്നെ നന്നായി ഒന്ന് കഴുകണമേ, എൻ്റെ അകൃത്യം പോക്കണമേ, എൻ്റെ പാപം നീക്കണമേ, എന്നെ ഒന്ന് വെടിപ്പാക്കണമേ. വിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ സകലവും നഗ്നതും മലർന്നതുമായിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ദാവീദ് നിൽക്കുമ്പോൾ അവനൊന്നും പറവാനായിട്ടില്ല. അവന് പറയുന്നത്, എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. അതേ പാപം ചെയ്തു കഴിഞ്ഞാൽ നാം നീതീകരിക്കുവാനൊക്കെ നോക്കും. നാം നമ്മുടെ കാരണം കൊണ്ടല്ല എന്ന് നമ്മൾ ചിന്തിക്കും. നമ്മുടെ കാരണം കൊണ്ടല്ല ഈ സമ്പത്ത് എനിക്ക് ഈ സംഭവം എനിക്ക് ഉണ്ടായത് എന്നൊക്കെ നാം ചിന്തിക്കും.
പക്ഷേ എപ്പോഴും നമ്മളെ ആ പാപം നമ്മുടെ ഹൃദയത്തിലേക്ക് വരികയും നമ്മളെ കുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. എന്നുവരെ നാം യഥാർത്ഥമായിട്ട് ആ പാപത്തെക്കുറിച്ച് പശ്ചാത്താപിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ആ പാപം ഈ ദാവീദ് ചെയ്ത പോലെ എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ, എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ, എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും നിൻ്റെ മുമ്പിലിരിക്കുന്നു, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിരിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. പിന്നെയും പറയാണ്, ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈശോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. എന്നെ എന്ന് പറഞ്ഞാൽ ഒരച്ച് ഒരച്ചൊരച്ച് അവനെ ശുദ്ധീകരിക്കണം എന്നാണ്. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് കർത്താവേ നീ എന്നെ കഴുകണമേ, എൻ്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിൻ്റെ മുഖം മറയ്ക്കണമേ. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് അവൻ്റെ പാപങ്ങളെല്ലാം മോചിച്ചു, അവനെ ശുദ്ധീകരിച്ചു. അവന് പിന്നെ ഭയമില്ല. അതാണ് നാം പാപങ്ങളെ ഏറ്റു പറഞ്ഞാലുള്ള ഗുണം. നമ്മുടെ പാപം നമ്മുടെ ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരുന്നാൽ അത് നമ്മളെ എപ്പോഴും കുത്തിക്കൊണ്ടിരിക്കും. എന്നാൽ നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുന്നുവെങ്കിൽ കർത്താവ് നമ്മളുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മളെ ശുദ്ധീകരിക്കും. പറയാണ്, ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. അത് കഴിഞ്ഞിട്ട് ദാവീദ് വീണ്ടും പറയുകയാണ്, എൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. ആ ദൈവമായിട്ടുള്ള ആ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ഞാനും ദൈവം ഒന്നിച്ചു നിന്നതാണ്. രക്ഷിക്കപ്പെട്ട നാളിൽ ആ സന്തോഷം എനിക്ക് ഉണ്ടായതാണ്. രക്ഷയുടെ സന്തോഷം ഞാൻ അനുഭവിച്ചതാണ്. ഞാൻ ദൈവത്തിൻ്റെ മകൾ എന്നുള്ളതാണ്. എന്നാൽ പാപം ഇടയ്ക്ക് വന്നപ്പോൾ ആ സന്തോഷം നഷ്ടപ്പെടും. അപ്പോൾ ആ സന്തോഷം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദാവീദ് പറയുകയാണ്, നിൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. അപ്പോൾ ദൈവം അവൻ്റെ രക്ഷയുടെ സന്തോഷം അവന് തിരികെ കൊടുത്തു. അവൻ പിന്നെ പറയാണ്, തകർന്നു നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നിരസിക്കുകയില്ല, നിന്റെ പ്രസാദപ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ. അപ്പോൾ അവൻ ആ ദൈവത്തിൽ ആനന്ദിക്കുന്ന ദാവീദിനെ നമുക്ക് പിന്നീട് അപ്പോൾ നീതിയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും സർവാംഗ ഹോമങ്ങളിലും പ്രസാദിക്കും. അപ്പോൾ നിന്റെ യാഗപീഠത്തിൽ കാളകളെ അർപ്പിക്കും. അതെ, ദാവീദിൻ്റെ പാപമെല്ലാം കർത്താവ് മാച്ചു കളഞ്ഞു. അവനെ ഈസോപ്പ് കൊണ്ട് കഴുകി, അവൻ്റെ ലംഘനങ്ങളെല്ലാം അവൻ കഴുകി വെടുപ്പാക്കി അവനെ ശുദ്ധീകരിച്ചു. അപ്പോൾ അവൻ നിർമ്മലനായിട്ട് തീർന്നെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാം നമ്മുടെ അകൃത്യങ്ങളെ മറച്ചു വയ്ക്കുന്നുവെങ്കിൽ നമുക്ക് ഒരിക്കലും സമാധാനം കിട്ടുകയില്ല. എന്നാൽ നമ്മളത് ഏറ്റുപറഞ്ഞ് അത് ഉപേക്ഷിച്ചിട്ട് പിന്നെ ദാവീദ് ഈ പാപം ചെയ്യുന്നതായിട്ട് നമുക്ക് ഒരിടത്തും കാണുന്നില്ല. അവൻ്റെ ജീവിതം മുഴുവനും ഈ പാപത്തിൽ, ഇങ്ങനെയുള്ള പാപത്തിൽ അവൻ ഒരിക്കലും പെട്ടതായിട്ട് നമ്മൾ പിന്നെ അവൻ്റെ ജീവിതത്തിൽ കണ്ടില്ല. അവനൊരു മാനസാന്തരപ്പെട്ടു, അവൻ്റെ പാപത്തെ അവൻ ഏറ്റുപറഞ്ഞു, അവൻ ക്ഷമ പ്രാപിച്ചു, ദൈവം അവനെ ശുദ്ധീകരിച്ചു, അവനെ വിടുവിച്ചു. അവൻ കൊലപാതകവും വ്യഭിചാരവും ചെയ്തു, എന്നാൽ രണ്ട് പാപത്തിൽ നിന്നും ദൈവം അവനെ വിടുവിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് തന്നെയാണ് പുതിയ ദൈവവിശ്വാസികളായ നമ്മളോടും പറയുന്നത്. നമുക്ക് കുറച്ചും കൂടെ പ്രാഗൽഭ്യമുണ്ട്. 1 യോഹന്നാൻ 2:1-2 വാക്യത്തിൽ നാം ഇതാണ് വായിക്കുന്നത്, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. അതെ, ഇന്നും നമുക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നു, നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുകയാണ്. മാത്രമല്ല അവന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. പാപം ചെയ്തുവെങ്കിലോ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്നാൽ നമ്മൾ മാനസാന്തരപ്പെടണം, നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയണം. ദാവീദ് പറഞ്ഞ പോലെ, എന്നെ ശുദ്ധീകരിക്കണമേ കർത്താവേ എന്ന് ഉള്ളം കൊണ്ട്, വെറുതെ വായു കൊണ്ടല്ല, നമ്മുടെ ഹൃദയം കൊണ്ട് പറഞ്ഞിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി കർത്താവിനെങ്കിലും സമർപ്പിച്ചു കഴിഞ്ഞാൽ കർത്താവ് നമ്മുടെ പാപങ്ങളെ ശുദ്ധീകരിച്ച് നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കി, നമ്മളെ ശുദ്ധീകരിച്ച ദൈവത്തിൻ്റെ മക്കളാകും. മാത്രമല്ല നമ്മുടെ രക്ഷയുടെ സന്തോഷം നമുക്ക് തിരികെ തരികയും ചെയ്യും. ദൈവവും ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ വീണ്ടും നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും. പ്രിയ സഹോദരിമാരുടെ, നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ചെറുതും വലുതുമായ പാപങ്ങളായിരിക്കാം. നാം വിചാരിക്കുന്ന പോലെ ചെറുതെന്നും വലുതെന്നും ദൈവത്തിൻ്റെ മുമ്പാകെയില്ല. നമ്മൾ 1 പത്രോസ് 2:1 വായിക്കുന്ന പോലെ, ആകയാൽ സകല ദുഷ്ടത, എല്ലാ ചതിവ്, വ്യാജഭാവം, അസൂയ, എല്ലാ നുണ നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷിക്കാൻ വളർത്തുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. ഇതെല്ലാം പാപത്തിൻ്റെ പട്ടികകളാണ് സഹോദരിമാരെ. നമ്മുടെ ജീവിതത്തിൽ പാപം ഉണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച്
നമ്മുടെ ജീവിതം കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.